ഒരുമയുടെയും സ്നേഹത്തിന്റെയും തേരുകളുടെ സംഗമം. കൽപ്പാത്തിയുടെ വീഥികളെ ഭക്തിസാന്ദ്രമാക്കി ദേവരഥ സംഗമം. ദേവരഥ സംഗമം കാണാൻ പതിനായിരങ്ങളാണ് കൽപ്പാത്തിയിലേക്ക് എത്തിയത്. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, ചരിത്രപ്രസിദ്ധമായ ദേവരഥ സംഗമം ഇന്ന് കൽപ്പാത്തിയിൽ നടന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഞായറാഴ്ച കൂടി ആയതിനാൽ വലിയ ജനസാഗരമായിരുന്നു കൽപ്പാത്തിയിലേക്ക് ആ മനോഹരമായ കാഴ്ച കാണാനായി ഒഴുകിയെത്തിയത്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലൊരുക്കിയ തേരുകളുടെ തേരുമുട്ടിയിലായിരുന്നു വർണ്ണ മനോഹരമായ മഹാരഥ സംഗമം നടന്നിട്ടുള്ളത്. പതിനായിരങ്ങളാണ് ഈ മനോഹരമായ രഥസംഗമത്തിന് കാഴ്ചക്ക് സാക്ഷ്യം വഹിച്ചത്. പ്രധാനമായും ഇന്ന് രാവിലെയോടുകൂടെ പ്രധാന ക്ഷേത്രങ്ങളായ പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലും അതേപോലെ തന്നെ ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലും എത്തിയിരുന്നു. അവിടെ നിന്നും രാവിലെയോടുകൂടെ ആരംഭിച്ച രഥപ്രയാണം ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് മഹാരഥസംഗമത്തിന്റെ വേദിയായ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലുള്ള തേരുമുട്ടിയിലെത്തിയത്. അവിടെ വെച്ച് എല്ലാ തേരുകളും സംഗമിച്ചു. വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം. ആര്യ പറഞ്ഞതുപോലെ തന്നെ ഞായറാഴ്ചയായതിനാൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയൊരു ജനപ്രവാഹം തന്നെ കൽപ്പാത്തിയിൽ എത്തിയിരുന്നു. മതത്തിന്റെയോ ജാതിയുടെയോ വർഗത്തിന്റെയോ ഭേദമില്ലാതെ എല്ലാ ഒരുമയുടെയും സ്നേഹത്തിന്റെയും എല്ലാവരുടെയും ഒരു ഉത്സവം തന്നെയാണ് കൽപ്പാത്തിയിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നിട്ടുള്ളത്. രഥോത്സവത്തിന്റെ ദേവരഥ സംഗമമാണ് ഭക്തലഹരിയിൽ നിരവധി പേർ കാണാൻ വേണ്ടി എത്തിയത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ രഥം വലിച്ചു. അത്തരത്തിൽ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കൽപ്പാത്തിയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ 1 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മഹാരഥ സംഗമം കൽപ്പാത്തിയിൽ നടന്നത്. കൽപ്പാത്തിയുടെ അഗ്രഹാര വീഥികളിലെല്ലാം വലിയ രീതിയിലുള്ള ആഘോഷമായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഉണ്ടായിട്ടുള്ളത്. 1-ാം ദിവസത്തെ തേര്, 2-ാം ദിവസത്തെ തേരും 3-ാമത്തെ ദിവസമാണ് മഹാരഥ സംഗമം കൽപ്പാത്തിയിൽ നടന്നിട്ടുള്ളത്. വലിയ കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ളവർ മഹാരഥ സംഗമം കാണാൻ വേണ്ടി ഇന്ന് കൽപ്പാത്തിയിൽ എത്തിയിരുന്നു. വലിയൊരു ആഘോഷത്തിനാണ് സമാപ്തി കുറിച്ചിരിക്കുന്നത്. കാര്യം ശരി. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്.